Hello students, today we can discuss a new topic, that is pulse. So in this topic first we want to define that pulse, then we want to derive a mathematical expression for that pulse, then we want to analyze that pulse. Okay, so first I would like to define a pulse. So we can define as a pulse is a function of time that is significantly different from zero only during limited time interval. Okay, അതായത് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ടൈം ആണ് ആൻഡ് ഇറ്റ് ഹാവ് സം സ്പെസിഫിക് വാല്യൂ ഫോർ എ പെർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം ആൻഡ് ഓൾ അതർ ടൈം ഇറ്റ്സ് വാല്യൂ വിൽ ബി ഈക്വൽ ടു സീറോ. This is the definition of pulse, or we can say a pulse wave is a special non-periodic waveform that is typically has one major crest. It's a non-periodic waveform with one major crest. This is the definition of one pulse. Then this is always associated with a single sudden motion or impact or even explosion. സിംഗിൾ സഡൻ മോഷൻ ഒരു ഇമ്പാക്ട് ഒരു ഇവൻ എക്സ്പ്ലോഷൻ അസോസിയേറ്റഡ് ആണ് പൾസ് വേവ് ഉണ്ടാവുക. ഫെമിലിയർ ആണ്, നിങ്ങൾ പൾസ് പറഞ്ഞ വാക്ക് നിങ്ങൾ ഫെമിലിയർ ആണ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. ഇനി ഈ ഒരു പൾസ് എന്താണുള്ളത് കറക്റ്റായി ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഈ ഒരു ഡയഗ്രം ജസ്റ്റ് ചെക്ക് ചെയ്യാം. ദിസ് ഈസ് എ സിമ്പിൾ ഡയഗ്രം ഓഫ് എ പൾസ്. സോ ഇറ്റ്സ് ക്ലിയർ ഫ്രം ദിസ് diagram, it have some major crest for a particular interval of time and its value will be zero for all other time. ഓക്കെ, അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഹാവ് സം മേജർ ക്രസ്റ്റ് ആൻഡ് ഇറ്റ്സ് വാല്യൂ വിൽ ബി സീറോ ഫോർ ഓൾ അതർ വാല്യൂസ് ഓഫ് ടൈം. So this is the definition of that pulse. Okay, now we are going to time duration of pulse. What is the time duration of pulse? നമ്മൾ പറഞ്ഞു it has some specific value for a particular interval of time. Okay, so we are finding an expression for the time duration. So we are considering a psi of t represent the superposition of many oscillation. And actually this pulse is produced due to the superposition of n harmonic oscillation അല്ലെങ്കിൽ n harmonic waves-ൻ്റെ സൂപ്പർപൊസിഷൻ കൊണ്ടാണ് എന്തുണ്ടാകുന്നുള്ളത് ഈ ഒരു പൾസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർപൊസിഷനും ടു ഹാർമോണിക് ഓസിലേഷനും ഹാർമോണിക് ട്രാവലിംഗ് വേവും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു എൻ സിസ്റ്റം സൂപ്പർ പോസ് ചെയ്യുന്ന സമയത്താണ് ദർ ഇസ് എ പ്രൊഡക്ഷൻ ഓഫ് പൾസ് ഉണ്ടാവുകയാണ് ചെയ്യുക. സോ ഇഫ് വി ടേക്ക് സൈ ഓഫ് ടി റെപ്രസെൻറ്റ് ദ സൂപ്പർ പൊസിഷൻ ഓഫ് മെനി ഓസിലേഷൻ. ഓക്കെ, സൂപ്പർ പൊസിഷൻ ഓഫ് മെനി ഓസിലേഷൻ, ദെൻ ഡെൽറ്റ ടി ഡിനോട്ട് ദി ഡ്യൂറേഷൻ ഓഫ് പൾസ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഫോർ എ പെർട്ടിക്കുലർ ടൈം ഇൻ്റർവൽ ഇറ്റ് ഹാവ് എ സ്പെസിഫിക് വാല്യൂ അല്ലേ. ആ വേവ് ക്രസ്റ്റ് നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ എന്തുണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. ഇഫ് ഇറ്റ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ ടി, then we are writing this is approximately given by a time interval from t is equal to 0 when all frequency component between omega 1 and omega 2 are in phase to a time t1. all അല്ലെങ്കിൽ ഓൾ ഫ്രീക്വൻസി കമ്പോണൻറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഇൻ ഫേസ് ഓവർ ടോട്ടൽ ഫേസ് ഓഫ് 2π റേഡിയൻ. ഇതൊന്നുമില്ല, നമ്മൾ സൈ ഓഫ് ടി റെപ്രസെൻ്റ് സൂപ്പർ പൊസിഷൻ ഓഫ് മെനി ഓസിലേഷൻ എന്ന് പറഞ്ഞു. ആ ഓസിലേഷൻ എന്ന് പറയുന്നത് ഒമേഗ 1 മുതൽ ഒമേഗ 2 വരെ ഫ്രീക്വൻസിയിലെ കുറേ കമ്പോണൻസിൻ്റെ സൂപ്പർ പൊസിഷനാണ് എടുക്കുന്നത്. അപ്പം ഒരു t0 മുതൽ ഒരു ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ വരെ അത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിലാണ് ഇറ്റ് ഹാവ് മാക്സിമം വാല്യൂ, അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർ ഇമ്പോസിഷൻ കറക്റ്റ് ആ ഒരു ഫേസ് ഒക്കെ മാച്ച് ചെയ്തിട്ട് അതിൻ്റെ മാക്സിമം വാല്യൂ കിട്ടുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് സം t is equal to 0 to some t1, സേ ആർബിട്രറി t1, ആ ഒരു വിടുത്ത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് ഇതിൻ്റെ വാല്യൂ മാക്സിമം ഉണ്ടാവുക. ഓൾ അതർ വാല്യൂസ് ഇറ്റ് വാല്യൂ വിൽ ബി വെരി സ്മോൾ വാല്യൂ അല്ലെങ്കിൽ വെരി സ്ലൈറ്റ് ആംപ്ലിറ്റ്യൂഡാണ് ഉണ്ടാവുക. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്താണ് സൈ ഓഫ് ടി ആസ് എ സബ്സ്റ്റാൻഷ്യൽ വാല്യൂ ഇൻ ദി ടൈം ഇൻ്റർവൽ t is equal to 0 to a particular time t1. 0 മുതൽ t1 വരെയുള്ള ടൈം ഇൻ്റർവൽ ഇറ്റ് ഹാവ് സം വാല്യൂ അല്ലെങ്കിൽ സ്പെസിഫിക് വാല്യൂ ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ഒമേഗ 1 ആൻഡ് ഒമേഗ 2 ആർ ഇൻ ഫേസ്. ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരേ ഫേസിലാകുന്ന സമയത്താണ് അതിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവാനുള്ള ഒരു കൺസെപ്റ്റാണ് അവിടെ. അതായത് കുറേ വേവ്സ് അല്ലെങ്കിൽ കുറേ ഓസിലേഷൻ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവർ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കാണിക്കപ്പോഴാണ് എല്ലാം ഒരേ ഫേസിലാവുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഒരു സിറ്റുവേഷൻ അച്ചീവ് ചെയ്യുന്നത് t0 to some t1. അപ്പോൾ ഈ 0 മുതൽ t1 വരെയുള്ള പൊസിഷനിലാണ് ഇൻ ഫേസ് ആവുക അല്ലെങ്കിൽ മാക്സിമം ഒരു പീക്ക് കിട്ടുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡ്യൂറേഷൻ ഓഫ് പൾസാന്ന് പറഞ്ഞു. സോ 0 to t1 ടൈമിലാണ് അത് സബ്സ്റ്റാൻഷ്യൽ വാല്യൂ കാണിക്കുന്നതെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് ഡെൽറ്റ ടി അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു t1. ഡെൽറ്റ ടി ആ ടൈം എടുത്ത് എന്താണ് ഡ്യൂറേഷൻ ഓഫ് പൾസ് ക്യാൻ ബി ഈക്വൽ ടു t1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു ഇത് എന്താണ് ഇറ്റ് ഹാവ് എ സ്പെസിഫിക് വാല്യൂ അറ്റ് എ ടൈം ഇൻ്റർവൽ ഫ്രം t0 to t1. ഓക്കെ, അത് അറ്റ് ദാറ്റ് ടൈം ഓൾ കമ്പോണൻസ് ആർ ഇൻ ഫേസ് അല്ലെങ്കിൽ ദ ഫേസ് ആർ ഫ്രീക്വൻസി കമ്പോണൻ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി
ഓവർ എ ടോട്ടൽ ഫേസ് ഓഫ് 2π റേഡിയനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ all the component have in phase. So we can write this time width as delta t is equal to t1 എന്ന് എഴുതാൻ പറ്റും. Then if we can write this equation as omega 2 minus omega 1 into t1, അതായത് all the frequency component distributed uniformly phase over total phase 2π റേഡിയൻ എഴുതിയിട്ടുണ്ട്. സോ ഒമേഗ ടി ഫേസ് എന്ന കൺസെപ്റ്റിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഒമേഗ 2 മൈനസ് ഒമേഗ 1 ഇൻറ്റു t1. അതായത് ഒമേഗ 2 ഇസ് ദ അപ്പർ ഫ്രീക്വൻസി, അത് അപ്പർ ഫ്രീക്വൻസിയാണ്. ഒമേഗ 1 എന്ന് പറഞ്ഞാൽ ലോവർ ഫ്രീക്വൻസി. എൻ്റെ ഇതിൻ്റെ ഇടയിലുള്ള ഒമേഗ 1 മുതൽ ഒമേഗ 2 വരെയുള്ള ആംഗുലാർ ഫ്രീക്വൻസിയുള്ള വേവ്സിൻ്റെ ഒരു സൂപ്പർ പൊസിഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ആണ് ഒമേഗ 2 മൈനസ് ഒമേഗ 1. ദാറ്റ് ഇൻറ്റു ദാറ്റ് t1 വിൽ ബി ഈക്വൽ ടു 2π. ദിസ് ഈസ് ഫ്രം ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത് ഓൾ ദ ഫ്രീക്വൻസി കമ്പോണൻറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഇൻ ഫേസ് ഓവർ എ ടോട്ടൽ ഫേസ് ഓഫ് 2π റേഡിയൻ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഒമേഗ 2 മൈനസ് ഒമേഗ 1 t1 is equal to 2π. ഓക്കെ, ഇനി വി ആർ കോളിംഗ് ദിസ് ഒമേഗ 2 മൈനസ് ഒമേഗ 1 ആസ് ഡെൽറ്റ ഒമേഗ. ഒമേഗ 2 മൈനസ് ഒമേഗ 1 ആസ് ഡെൽറ്റ ഒമേഗ എന്നാണ് നമ്മൾ എഴുതാറ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് ഡെൽറ്റ ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി. ഇത് t1 എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എഴുതിയിട്ടുണ്ട്? ഡെൽറ്റ ടി. ഒമേഗ 2 മൈനസ് ഒമേഗ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഡെൽറ്റ ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 2π അല്ലേ? ഡെൽറ്റ ഒമേഗ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2π. അതായത് ഒമേഗ 2 മൈനസ് ഒമേഗ 1നെ ഡെൽറ്റ ഒമേഗ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ t1 ആൻഡ് ഡെൽറ്റ t1 എന്ന് പറഞ്ഞാൽ ടൈം ഇൻ്റർവെൽ ആയിരുന്നു, അപ്പോൾ ഡെൽറ്റ ടി എഴുതി. ഇപ്പോൾ ഡെൽറ്റ ഒമേഗ ഡെൽറ്റ ടി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2π. Or we can write these as from the basic expression angular frequency as delta nu divided by 2π ആണെന്ത് ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി അല്ലേ? സോറി, 2π ഡെൽറ്റ ന്യൂ ആണ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ ഒമേഗ ബൈ 2π ആണെന്ത് ആ ഒരു റിലേഷൻ അല്ലേ? അത് ഡെൽറ്റ ഒമേഗയും ഡെൽറ്റ ന്യൂ ഉള്ള റിലേഷനിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡെൽറ്റ ന്യൂ ഡെൽറ്റ ടി സീക്വൽ ടു 1. അതായത് 2π ക്യാൻസൽ ചെയ്ത് പോകും. ഡെൽറ്റ ഒമേഗ സീക്വൽ ടു ഉള്ള അതായത് ഡെൽറ്റ ഒമേഗ സീക്വൽ ടു 2π ഇൻറ്റു ഡെൽറ്റ ന്യൂ. ഡെൽറ്റ ഒമേഗ സീക്വൽ ടു 2π ഡെൽറ്റ ന്യൂ എഴുതാൻ പറ്റും. ഇത് ന്യൂ പറഞ്ഞ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഡെൽറ്റ ന്യൂ ഡെൽറ്റ ടി സീക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. അപ്പോൾ ദിസ് ഈസ് ദ മാത്തമെറ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ ടി ആൻഡ് ഡെൽറ്റ ന്യൂ ഓഫ് ദി ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ഹാർമോണിക് കമ്പോണൻറ്റ് വിച്ച് സൂപ്പർ ഇമ്പോസ്ഡ് അല്ലെങ്കിൽ സൂപ്പർ പോസ്റ്റ് ഫോം എ പൾസ്. അതായത് ഒരു എൻ ഹാർമോണിക് കമ്പോണൻറ്റ് ഇൻ ബിറ്റ്വീൻ ഒമേഗ 1ഉം ഒമേഗ 2 ഫ്രീക്വൻസിയുള്ള എൻ ഹാർമോണിക് കമ്പോണൻറ്റിൻ്റെ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടൈം ഡ്യൂറേഷനും അതിൻ്റെ ഫ്രീക്വൻസിയും തമ്മിലൊരു ജനറൽ റിലേഷനാണ് ഡെൽറ്റ ന്യൂ ഡെൽറ്റ ടി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതൊരു ജനറൽ മാത്തമെറ്റിക്കൽ റിലേഷനാണ്. ഇത് ഏത് പൾസിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ആ സൈ ഓഫ് ടി എന്ന ഒരു പോർഷൻ അവിടെ വരുന്നതല്ല, അതിൻ്റെ ഫ്രീക്വൻസിയും അത് ഏതൊരു ടൈം ഇൻ്റർവെല്ലിലാണ് ഇറ്റ് ഹാവ് സം സ്പെസിഫിക് വാല്യൂ സബ്സ്റ്റാൻഷ്യൽ വാല്യൂ ഉള്ളത്, അത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ജനറൽ മാത്തമെറ്റിക്കൽ റിലേഷനാണ് ഡെൽറ്റ ന്യൂ ഉണ്ട് ഡെൽറ്റ ടി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. ഇത് ചില കേസിൽ നമ്മൾ എന്ത് ചെയ്താറുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ ന്യൂ ഡെൽറ്റ ടി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളൊരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അത് ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഇവിടെ എഴുതിയുള്ളൂ. ഡെൽറ്റ ന്യൂ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 1. അപ്പം ഞാൻ ഒന്നും കൂടി ഇതൊന്ന് പറയാം. അതായത് ഫസ്റ്റ് വി റൈറ്റ് ദി ടൈം വിഡ്ത്ത് ഡെൽറ്റ ടി ഉള്ള എഴുതി, ദെൻ ഇൻ ബിറ്റ്വീൻ ഒമേഗ 1 ആൻഡ് ഒമേഗ 2 ഇറ്റ് ഹാവ് സം ഹയർ മാക്സിമം വാല്യൂ ഫ്രം എസ് t0 ടു t1. Then we write the equation delta t is equal to t1. Then omega 2 minus omega 1 t1 is equal to 2π ഉള്ള എഴുതി. This is bandwidth. Then from that equation delta omega delta t 2π and delta nu delta t is equal to approximately equal to 1. This is the time duration of pulse. ഇത് പൾസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ടൈം ഡ്യൂറേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പൾസിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എത്ര ടൈം ഡ്യൂറേഷനിൽ ഇറ്റ് ഹാസ് സം സ്പെസിഫിക് വാല്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ബൈ നോയിങ് ഇറ്റ് ഫ്രീക്വൻസി റേഞ്ച് അല്ലെങ്കിൽ ആ ബാൻഡ് വിഡ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ടൈം ഡ്യൂറേഷനാണ് അത് പൾസ് അവിടെ സബ്സ്റ്റാൻഷ്യൽ വാല്യൂ കാണിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാത്തമെറ്റിക്കൽ റിലേഷനാണ്. വി ആർ യൂസിങ് ദിസ് ഇൻ ദ കേസ് ഓഫ് പൾസ്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് 2 എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ടുള്ളൂ. പൗണ്ടിങ് പിയാനോ, ഹാർമോണിക് ഓസിലേഷൻ ഓഫ് ലിമിറ്റഡ് ഡ്യൂറേഷൻ, അങ്ങനെ കുറേ എക്സാമ്പിൾസ് പൾസ് പ്രൊഡക്ഷൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോട്ട് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ജസ്റ്റ് 2 ഞാൻ അവിടെ എഴുതിയിട്ടുള്ളൂ. ഹൗ എ പൾസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൾസ് ഡെഫിനിഷൻ ആൻഡ് ദാറ്റ് ടൈം ഡ്യൂറേഷൻ ഓഫ് ദാറ്റ് പൾസ്. ഓക്കെ.